ലോകത്തിൽ ഇന്ന് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പാഡൽ സ്റ്റീമറാണ്. അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ലോകത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു പാഡൽ സ്റ്റീമറാണ്. വലിയ ഫെറീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. റിയൽ ഷിപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിഗർ ഹെഡ് ആണ്. നമുക്ക് വേൾഡ് വാർ സെക്കൻഡിലൊക്കെ ഒത്തിരി വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന, കടലിനടിയിൽ സബ്മറൈൻസിനെയും അതുപോലെ ഷിപ്പിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലണ്ടൻ ഡയറീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രിട്ടനിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടനിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ കപ്പലുകളും പീരങ്കികളും ബോംബുകളും ഒക്കെ ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഈ കാണുന്നത് HMS വാരിയർ എന്ന് പറയുന്ന ബ്രിട്ടനിലെ ഒരു പഴയ ഷിപ്പാണ്. 1860-ലാണ് ഈ ഒരു ഷിപ്പിൻ്റെ പണി കഴിപ്പിച്ചത്. ഈ ഒരു ഷിപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രിട്ടനിലെ തന്നെ ആദ്യത്തെ ഇരുമ്പ് കവചിതമായിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു. അന്നത്തെ കാലത്ത് 1800 കാലഘട്ടത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അതുപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നായിരുന്നു ഈ ഒരു വാർഷിപ്പ്. അതിനടുത്തായിട്ട് തന്നെ ഇതുപോലെ ഒരു ചെയിൻ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഈ ഒരു ചെയിൻ്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ ഒരു ഭാഗം ഭൂമിക്ക് അടിയിലേക്ക് പോയിരിക്കുകയാണ്. ആ ചെയിൻ പോയിരിക്കുന്ന ഭാഗത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം ടൈലിട്ട് നമ്മളെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എന്താണ് എന്നൊരു ഐഡിയ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളും കാര്യങ്ങളും ഒന്നും അവിടെ ഞാൻ കണ്ടില്ല. അതുപോലെ ഞാൻ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തായിരുന്നു, പക്ഷേ എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം അതറിയാനായിട്ട് എനിക്കും ഒരാഗ്രഹമുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് HMS വാരിയർ എന്ന ആ ഒരു ഷിപ്പ്. അതിൻ്റെ മറുഭാഗത്തായിട്ട് കാണുന്നത് ഒരു ഐലൻഡാണ്. ഗോസ്പോട്ട് എന്നാണ് ആ ഐലൻഡിൻ്റെ പേര്. ആ ഐലൻഡിലേക്ക് പോകാനായിട്ട് ഫെറീസൊക്കെ നമുക്ക് ഇവിടുന്നാണ് നമുക്ക് കയറാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്പിനക്കർ ടവർ. ഈ സ്പിനക്കർ ടവർ കാണുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല എങ്കിലും 170 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഔട്ടർ ലണ്ടനിലെ ഏറ്റവും ഉയരം കൂടിയ സ്ട്രക്ചേഴ്സിൽ ഒന്നാണ് ഈ ഒരു സ്പിനക്കർ ടവർ. എന്ത് രസം ഇത് കാണാനായിട്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ മുകളിലേക്ക് പോകാനായിട്ട് ഒരു ലിഫ്റ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ 4 സൈഡും ഗ്ലാസ്സാണ്. നമുക്ക് 360 ആംഗിളിൽ ഈ ഒരു പോർട്സ്മൗത്ത് ഏരിയ മുഴുവൻ കാണാനായിട്ട് സാധിക്കും. അതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിന് മുകളിലൊക്കെ കയറിയ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഐൽ ഓഫ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ നിന്ന് വന്ന ഒരു ഫെറിയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വിവേർലി ഗ്ലാസ്കോ എന്ന് പറയുന്ന ഒരു പാഡിൽ സ്റ്റീമർ ആണ് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിൽ ഇന്ന് അവശേഷിക്കുന്നത്, ലോകത്തിൽ ഇന്ന് പാസഞ്ചേഴ്സിനെ ക്യാരി ചെയ്യാൻ പറ്റിയ ഒരേ ഒരു പാഡിൽ സ്റ്റീമറാണ് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. പാഡിൽ സ്റ്റീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റീം എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു ഷിപ്പോ ആയിരിക്കും. ആ സ്റ്റീം എഞ്ചിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എനർജി ഉപയോഗിച്ച് ഈ ബോട്ടിൻ്റെ 2 സൈഡിലും പാഡിൽ വീൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആ വീല് കറങ്ങുകയും അങ്ങനെയാണ് ആ ഒരു ബോട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എനർജിയും ഡയറക്ഷനും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ലോകത്തിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരേ ഒരു പാഡിൽ സ്റ്റീമറാണ് ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതുപോലെയുള്ള വലിയ ഫെറീസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പോർട്സ്മൗത്ത് ഹാർബറിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഈവനിങ് ടൈമിൽ ആ ഒരു സൺലൈറ്റിൽ കൂടി ഈ ഒരു ഫെറി ഇങ്ങനെ പോകുന്നത് എന്ത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണെന്നറിയാമോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്പോട്ടിൻ്റെ പേര് ഗൺവാർഫ് എന്നാണ്. ഗൺവാർഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു UK-ലെ ഒരു വാട്ടർ ഫ്രണ്ട് ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. അവിടെ ഏകദേശം 90ഓളം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സുകൾ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗൺവാർഫ് ക്വേസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫെറിയാണ്. അതിൽ നിന്ന് പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതും അതുപോലെ അടുത്തൊരു യാത്രയ്ക്കുള്ള പാസഞ്ചേഴ്സ് കയറുന്നതുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ പ്രൈവറ്റ് കാറുകളും ഒക്കെ ഇതിനുള്ളിൽ ക്യാരി ചെയ്ത് പോകാനുള്ള സംവിധാനമുണ്ട്.
നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെയിനിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. പല ഭാഗങ്ങളിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോട്ടീസ് ചെയ്യാറില്ല. അതിൻ്റെ പിന്നിൽ കുറേ ചരിത്രങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയയും ഇതുവരെ കിട്ടിയിട്ടില്ല. അറിയപ്പെടുന്നത് ഫിഗർ ഹെഡ് എന്നാണ്. അതായത് പഴയ വാർഷിപ്പിൻ്റെയൊക്കെ മുന്നിലായിട്ട് അന്നത്തെ ഓഫീസേഴ്സിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാരുടെയൊക്കെ ആ ഒരു സ്കൾപ്ചർ അവർ ചെയ്തു വെക്കുമായിരുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു റിയൽ ഷിപ്പിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫിഗർ ഹെഡാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതുപോലെ ഒരു 1-2 ഫിഗർ ഹെഡ് ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഒരു പോണ്ട് പോലെയുള്ള ആ ഒരു ഭാഗം കടലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഹൈ ടൈഡിൻ്റെ ഭാഗത്ത് ഇവിടെ നല്ല വെള്ളമായിരിക്കും. ലോ ടൈഡ് ആകുമ്പോഴത്തേക്ക് ഇത് ഏകദേശം വറ്റിയ ഒരവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും. ഇതിനകത്ത് കുറേ ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഇവിടെ ഒരു ബോർഡിൽ നിന്ന് എനിക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇത് പഴയ ഒരു വാർഷിപ്പിൻ്റെ ഒരു സ്കൾപ്ചറാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു പോർട്സ്മൗത്ത് എന്ന് പറയുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ നേവൽ ബേസുകളിൽ ഒന്നാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടനിൻ്റെ ഷിപ്പുകൾ വാർഷിപ്പുകൾ നിർമ്മിച്ചതും അതുപോലെ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തു വന്നത് ഈ ഒരു ഗൺവാർഫ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ടോർപേഡോ എന്ന് പറയുന്ന ഒരു വെപ്പണാണ്. സബ്മറൈൻസിനെ തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെപ്പണാണ് നിങ്ങൾക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. വേൾഡ് വാർ സെക്കൻഡിലൊക്കെ ഒത്തിരി വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വെപ്പണാണ് ഈ ടോർപേഡോ എന്ന് പറയുന്നത്. ഏകദേശം 1500 കിലോഗ്രാംസ് ആണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം ഹ്യൂജ് ആയിട്ടുള്ള ഒരു വെപ്പണാണ്. ഇതിൻ്റെ പ്രഹരശേഷിയൊക്കെ എന്തുമാത്രം വലുതായിരിക്കും എന്ന് നമുക്കതിൽ നിന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ കാണുന്നതൊക്കെ കുറേ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ്സുകളും അതുപോലെ റെസ്റ്റോറൻറ്റ്സുകളും കാര്യങ്ങളൊക്കെയാണ്. മാഗ്നറ്റിക് മൂഡ് മൈൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമുക്കൊരു ബോംബെന്ന് വേണമെങ്കിൽ പറയാമല്ലേ. കടലിനടിയിൽ സബ്മറൈൻസിനെയും അതുപോലെ ഷിപ്പിനെയൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മൈൻ ആണിത്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു മാഗ്നറ്റിക് സിസ്റ്റം ഉണ്ട്. അപ്പം ഷിപ്പും സബ്മറൈൻസും ഒക്കെ ഇതിൻ്റെ അടുത്തൂടെ പോകുമ്പോഴത്തേക്ക് ആ ഒരു മാഗ്നറ്റിക് സിസ്റ്റം ഇഗ്നൈറ്റ് ആവുകയും അത് എക്സ്പ്ലോഡ് ആവുകയും ചെയ്യുന്നതായിരുന്നു അതിൻ്റെ രീതി. ഭയങ്കര പ്രഹരശേഷിയുള്ള ഒരു ബോംബായിരുന്നു. അപ്പം പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രെയിൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ആഗ്രഹിച്ചത്. ഇത് പലതും നമുക്ക് അതിൻ്റെ പ്രാധാന്യം നമുക്ക് എത്രത്തോളം മനസ്സിലാകും എന്നൊന്നും അറിയില്ല. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന വസ്തുക്കളാണ്. നമുക്കിനി അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം.